ഓക്കെ, അപ്പോ ചേച്ചി പറയൂ, ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു ടൈം പാസ് എന്ന് പറഞ്ഞാൽ ഈ കൊച്ചുമക്കളുടെ കൂടെയുള്ള, ഞാൻ കണ്ടു ചില ഇതുപോലെ ടിക്ടോക്ക് വീഡിയോസ് ആണെങ്കിലും അത് ഒക്കെ ഒരെണ്ണേ ഉള്ളൂ. പ്രാർത്ഥന. അത് അബദ്ധവശാൽ പ്രാർത്ഥന ഒപ്പിച്ചെടുത്താണ്. എൻ്റെ പിറന്നാളിന് എല്ലാവരും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നൊരു കേക്ക് മുറിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥന വെറുതെ പറഞ്ഞ അമ്മമ്മ ഞാനിങ്ങനെ ഒരു സ്റ്റെപ്പ് കാണിച്ചിട്ട് അമ്മമ്മ ഞാൻ നൈറ്റിയൊക്കെ ഇട്ട് വീട്ടിൽ ഇരിക്കുന്നു. ഇവളത് എടുത്തതോ പോട്ടെ, പിറ്റേ ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് എൻ്റെ പൊന്നെ വെളിയിലുള്ള എൻ്റെ കൂടെ പഠിച്ചവരോ മല്ലിക നല്ല. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഈ ചതി അമ്മമ്മയോടെ ചെയ്യാം. ഇപ്പം അതിന് ശേഷം അവളെ എന്തിനു വിളിച്ചാലും ഞാൻ സാരിയൊക്കെ കൊടുത്ത് പറഞ്ഞാട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇരുന്നാലും ഇങ്ങനെ. അതെ, പേടിയായിരിക്കും, പേടിയാണ്. മറ്റേ കുഞ്ഞാൾ എന്താണ്? പ്രാർത്ഥന നക്ഷത്ര ഇന്ദ്രന്റെ മക്കള്. ഏറ്റവും കുഞ്ഞ് അലങ്കൃത രാജുവിന്റെ. അത് ഞങ്ങളുടെ അടുത്ത കാർന്നോത്തിയാണ്. അമ്മമ്മ ഈ ചെറിയ കുഞ്ഞുങ്ങളുടെ പോലെ ആ കൊഞ്ചലും സംഭവം ഉണ്ട്, അതേ എല്ലാം ഉണ്ട്. അച്ഛമ്മ അടുത്ത് വരുമ്പോഴേ എല്ലാ കാര്യങ്ങളും ഉള്ള വളരെ കുറച്ച് കൊച്ചിലെ വളരെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ചുമ്മാതേം പറയും അച്ഛൻ എന്നെ വയക്ക് പറഞ്ഞു എന്നൊക്കെ പോയപ്പോൾ ഞാൻ പറയാം ആരാടാ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു ഇത് കേൾക്കാൻ വേണ്ടി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായി കാണത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കുസൃതി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞൊക്കെ മാറി ഇപ്പൊ വളർന്നു. അങ്ങനെ. ശരി, ഇനി ചേട്ടൻ്റെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഈ രജനി സാറും ചിരഞ്ജീവി സാറുമായിട്ടൊക്കെ ചേട്ടനൊരു സൗഹൃദം ഉണ്ടെന്നാണല്ലോ കേട്ടത്. സീനിയർ ആൻഡ് ജൂനിയർ ആയിട്ടൊക്കെ അവർ പഠിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ടില്, ഒരേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു, സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ പ്രൊഡ്യൂസേഴ്സും അത് സ്പോൺസർ ചെയ്യുന്ന ഒരു. അപ്പോൾ സേതുമാധവൻ സാറ്, കാര്യട്ട് സാറ്, തമിഴിലെ ബാലചന്ദ്ര സാറ്, അന്നത്തെ വലിയ പ്രൊഡ്യൂസേഴ്സാണല്ലോ അവർ. അന്നാണ് ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ശ്രീനിവാസൻ, നമ്മുടെ മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ, എനിക്ക് ശ്രീനിയായിരുന്നു എനിക്ക് പിന്നെ കംപ്ലീറ്റ് ഒരു റിലീഫ്. അത് ശരി, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും മണ്ടത്തരങ്ങൾ എന്തെങ്കിലും എനിക്ക് പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ശ്രീനി ആ ഫ്രീഡം തന്നായിരുന്നു. ദെൻ വി ബിക്കെയിം ഫ്രണ്ട്സ്, വെരി ഫ്രണ്ട്ലി. അപ്പോൾ ശ്രീനി ത്രൂ ഔട്ട് 2 കൊല്ലം ഞങ്ങൾ ഒരേ ബാച്ചായിരുന്നു. അപ്പോൾ എൻ്റെ സീനിയർ ബാച്ചായിരുന്നു മിസ്റ്റർ ശിവാജി റാവു. പിന്നെ എൻ്റെ ഒരു 1 ഇയർ ജൂനിയർ ചിരഞ്ജീവി. ഈ ചേച്ചിയുടെ, അതായത് രണ്ടാമത്തെ സിനിമയിൽ തന്നെ ചേച്ചിക്ക് രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു അല്ലേ? ചേച്ചി അത് പ്രതീക്ഷിച്ചിരുന്നു എനിക്കൊരു അവാർഡ്? ഒരിക്കലും ഇല്ല. കാരണം സ്വപ്നാടൻ എന്നും പറഞ്ഞ് KG ജോർജ് സാറിൻ്റെ പടം അത്. അപ്പം ഞാൻ അന്ന് മദ്രാസിലൊരു RK ലാബ് എന്ന് പറഞ്ഞൊരു ഡബ്ബിങ് തിയേറ്ററുണ്ട്. ഞാനവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക വേറെ ഏതാണ്ടോ ഒരു പടത്തിലെ സീനുകൾ. അപ്പോൾ നമ്മുടെ അടൂർ ഭാസി സാറിൻ്റെ മൂത്ത സഹോദരൻ ചന്ദ്രാജ്, അവരെയൊന്നും നിങ്ങളാരും അറിയത്തില്ല. പിന്നെ ചന്ദ്രാജ് എൻ്റെ തോന്നി ഞാനിപ്പോൾ ഒരു സർപ്രൈസ് പറയാം, ഒരു സന്തോഷത്തിന് പറയാം, ചിലവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കെന്ത് സന്തോഷം ചേട്ടാ ചിലവ് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ഉച്ചയ്ക്ക് കണ്ട് ആരാണ്ട് ട്രിവാൻഡ്രത്തുനിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ നമ്മുടെ മല്ലികയ്ക്കാണ് രണ്ടാമത്തെ മികച്ച നടി സ്വപ്നമാണ്. ഞാൻ പോയേട്ടാണ് ചുമ്മാതെ. ഞാനിങ്ങനെ അത് വെറുതെ ചേട്ടൻ ചുമ്മാതെ പറയാം ഇതാണ് നിങ്ങളുടെ കുഴപ്പം, ഇതാണ് കുഴപ്പം, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് വെച്ച് കറക്കി കഴിയുമ്പോൾ ഏതോ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അടൂരൊക്കെയുള്ള ഒരു അന്ന് പത്രത്തിലൊക്കെ വർക്ക് ചെയ്യുക ബ്രദർ. അപ്പോൾ അവർ പറഞ്ഞു അല്ല സത്യമാണ് ചേച്ചി, ഇങ്ങനെ 2 പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. KPSC ലളിത ചേച്ചി, മല്ലിക ചേച്ചി മികച്ച 2 നടിമാരായിട്ട് സഹനടിമാരായിട്ട് വന്നിട്ടുണ്ട്. മറ്റേ റാണി ചന്ദ്ര, സെയിം സിനിമ തന്നെ. ഓ അടിപൊളി. ഈ മോഹമല്ലിക എങ്ങനെ മല്ലികയായി? അത് പറഞ്ഞാൽ അതൊരു കഥ ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു, അത് എഴുതിയിട്ടുണ്ട്. വരട്ടെ ചേച്ചി വരട്ടെ. ഞങ്ങള് ഒരു ബ്രദറും 3 സിസ്റ്റേഴ്സാണ്. 2 ചേച്ചിമാരുടെ പേര് പ്രേമചന്ദ്രിക, രാഗലതിക. അടുത്തത് ഞാൻ മോഹമല്ലിക. ഭയങ്കര രസമുള്ള പേരല്ലേ? ഇതെല്ലാം കഴിഞ്ഞ് ഇന്ദ്രനൊക്കെ ജനിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് അച്ഛനോട് എന്ന് പറഞ്ഞാൽ അച്ഛാ ഇതിപ്പോൾ വയസ്സായി തുടങ്ങി, ഈ പ്രേമവും രാഗവും മോഹം അങ്ങ് കളഞ്ഞോട്ടെ, ചന്ദ്രിക മേനോൻ, ലതിക കർത്ത, മല്ലിക സുകുമാരൻ എന്തെങ്കിലും ഇട്ടോ, ഇനിയൊക്കെ നിൻ്റെയൊക്കെ ഭർത്താക്കന്മാർ വിളിക്കുന്നത് അല്ല ഉള്ളു, ഞങ്ങളുടെ വിളിയൊക്കെ നിർത്തി. അപ്പോൾ എന്നെ എൻ്റെ അച്ഛൻ മല്ല എന്നാണ് വിളിക്കുന്നത്, ഒരു ആൺകുട്ടിയെ പോലെ. അവളിങ്ങനെ ഒരു ഫോണൊക്കെ കൈ കൊടുത്താൽ ലോകം ഭരിച്ചുള്ളൂ എന്ന് പറയും. അങ്ങനെ പ്രേമവും രാഗവും മോഹവും പോയി ചന്ദ്രിക, ലതിക, മല്ലിക. അങ്ങനെ വന്നപ്പോഴാണ് മല്ലിക സുകുമാരൻ. ചേട്ടന്റെ ഈ അന്നത്തെ ഒരു ട്രെൻഡായിരുന്നു ഈ പേര് മാറ്റം, ഏതെങ്കിലും നായകനോ നായികയോ ഒക്കെ വരുമ്പോൾ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഏതെങ്കിലും ഡയറക്ടേഴ്സ് പറഞ്ഞിരുന്നോ നമുക്കൊന്ന് പേര് മാറ്റിയാലോ? എന്നാ சொல்றீங்க ജോസ്? அப்படி சொன்னாங்களா? ഒരു പ്രാവശ്യം മാറ്റട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, ഒരു വിശ്വനാഥൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഒരു കടുങ്കൈ വിശ്വനാഥൻ ഇടാന്നല്ലേ. ഈ ജോസിന്റെ കൂടെ കുറച്ചും കൂടി ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള എന്തെങ്കിലും വന്നാൽ നന്നായിരുന്നല്ലേ? ജോസ് ഫെർണാണ്ടസ് അല്ലേ? നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ ഉള്ളതിന്റെ ഫാദറിന്റെ പേര് ചേർത്ത് നല്ല പേരല്ലേ? അത് വളരെ ചുരുക്കിയിട്ട് ഇങ്ങനെ ഇട്ടാ മതി എന്ന് പറഞ്ഞു. ജോസ്. വീട്ടിലൊക്കെ എല്ലാരും അമ്മയൊക്കെ എന്താ വിളിച്ചത്? ജോസ് ഊട്ടാ, ജോസ് മോൻ? ഇല്ല, ദാറ്റ് വാസ് അനദർ പെറ്റ് നെയിം. പെറ്റ് നെയിം ഉണ്ടെന്ന് വേറെ. പെറ്റ് നെയിം വേറെ ഉണ്ട്. രഹസ്യ
ജോസൂട്ടി എന്നാണോ? അല്ല, വീട്ടില് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ വിളിക്കുന്ന ഉണ്ണി എന്നാണ്. ഉണ്ണി, അയ്യോടാ. എന്റെ ഉണ്ണി മോനായിരിക്കും. അതെ. ഇപ്പൊ ബാക്കി ഫ്രണ്ട്സും എല്ലാവരും ജോസ് അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അതെ, വെരി ഫ്യൂ ഫ്രണ്ട്സ് ഓൺലി കോൾ മീ ഉണ്ണി. ഈ നമുക്ക് ഈ പേരുകൾ എപ്പോഴും നമുക്ക് ചില പേരുകൾ നമുക്ക് വിളിച്ചു കേൾക്കുന്നത് ഭയങ്കര ഒരു ഇഷ്ടമാണ്. ഇപ്പൊ മല്ലിക സുകുമാരൻ എന്ന് വിളിക്കുന്നതാണ് ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം. തീർച്ചയായിട്ടും അല്ലേ? ആ മേൽവിലാസം കഴിഞ്ഞേ ഉള്ളൂ, ബാക്കിയല്ല. ബാക്കി ഇന്ദ്രജിത്ത് പൃഥ്വിരാജൊക്കെ ഇപ്പൊ വന്നതല്ലേ. അതെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? അത് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു? അദ്ദേഹത്തിന്റെ റിലേഷൻഷിപ്പ് എനിക്കൊരു ജീവിതത്തിലേക്ക് ഒരു രക്ഷപ്പെടാനുള്ള ഒരു വലിയ ഒരു എന്താ പറയാ ഒരു കാരിയർ എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ അങ്ങനെ ഒരാൾ വരികയും എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവുകയും ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. അതായത് നല്ലൊരു കുടുംബിനി, മക്കള്, അമ്മ, അങ്ങനെ വീട്ടുകാരിയൊക്കെ നോക്കി. അതാണ് എനിക്കിഷ്ടം. അതിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ച് സത്യം പറയുകയാണെങ്കിൽ ഒരു വലത് കൈയിലെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് എൻ്റെ എല്ലാ ഇഷ്ടങ്ങളും സാധിച്ചെന്ന്. ഏതായാലും അത് അദ്ദേഹം എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും ഒരു അവതാര തുല്യനായിട്ട് അവതരിപ്പിക്കുന്നതിൻ്റെ കാര്യം അതാ. എവിടുന്നോ വന്നു, മല്ലികയെ രക്ഷപ്പെടുത്തി, അനുസരണയുള്ള സ്നേഹമുള്ള 2 മക്കളെ തന്നു, ഒരു ജീവിതം തന്നു. ഹാപ്പി ആയിട്ട് അദ്ദേഹം അത് കണ്ട് എല്ലാം സുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും എവിടെയോ. നിങ്ങൾ തമ്മിലൊരു സൗഹൃദം എങ്ങനെയാണ് സുകുമാരൻ സാറും ജോസേട്ടനും തമ്മിൽ? ഐ വാസ് ലക്കി. എനിക്ക് കുറെ പടം ഒരുമിച്ച് കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, യാത്ര ചെയ്യാൻ പറ്റി. വി വെർ വെരി ഫ്രണ്ട്ലി. സിനിമ അല്ലാതെ പലയിടത്ത് യാത്ര ചെയ്തിട്ടുണ്ട്, ചില ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. ഈ അദ്ദേഹം അതായത് ഒരു ട്രെൻഡ് നമ്മുടെ മലയാള സിനിമയിൽ കൊണ്ടുവരുന്നു ഈ അഭിനയത്തിന്റെ കാര്യത്തിൽ, ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. സോ നിങ്ങൾക്ക് അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ഡിസ്കഷൻ ഒക്കെ വന്നിരുന്നോ? ഇല്ല, ഡിസ്കഷൻ അല്ല. ഞാൻ ഇങ്ങേര് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ പതുക്കെ അടുപ്പം ഇങ്ങനെ നോക്കി നിൽക്കും. എന്താണ് അത് ത്രൂ ഔട്ട് റിഹേഴ്സലാണെങ്കിലും ഓക്കെ കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ നിൽക്കും. ഇങ്ങനെ എനിക്കത് ഭയങ്കര ഇഷ്ടം. പറയുന്ന ഒരു കാര്യമുണ്ട്, അത് എനിക്കും പലപ്പോഴും ഒരു ആരാധനയോടുകൂടി ഞാൻ നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ അത് മിക്കവാറും രാജുവിനും ഇന്ദ്രനും ഒക്കെ ഉണ്ട്. ഒരു സീൻ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുത്തി അങ്ങനെ കാണാൻ പഠിക്കത്തില്ല, സുഖമായിട്ട് ഇങ്ങനെ വായിക്കുന്നതാണ് 2 പ്രാവശ്യം. അപ്പം മിക്കവാറും ഒരു സിഗരറ്റ് കൈ കാണും. അപ്പോൾ അത് ഇങ്ങനെ വായിച്ചു, റെഡി എന്ന് പറയും. അച്ഛാ പറയുന്നതൊക്കെ വലിയ ഗൗരവത്തില്ല. അത് തന്നെ രാജു റെഡി എന്ന് പറയും. പിന്നെ പ്രോംപ്റ്റിങ്ങും വേണ്ട, ഒന്നും വേണ്ട, ഒരൊറ്റ ഫ്ലോയിൽ ഇഞ്ഞ് പോരും അത്. പക്ഷെ അത് ആ ഒരു ട്രെയിനിങ് ഒക്കെ എല്ലാവർക്കും ഉണ്ട്. എന്നാലും ഞാനൊക്കെ ഒരു 3-4 ആവർത്തി ആരും വർത്തമാനം പറയാതൊക്കെ എനിക്ക് വായിക്കണം. ഇവരൊക്കെ എവിടെ ഇരുന്നും അത് വായിച്ചിട്ട് അത് പെട്ടെന്ന് പറയാം. അത് വാസത്തിൽ ഞാൻ വിചാരിച്ചത് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത് മുഴുവൻ കൂടെ ബൈഹാർട്ട് ചെയ്ത്. പിന്നെ ആ സമയം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ആ ഒരു ട്രെൻഡ്, അതായത് ഭയങ്കര കൊളോക്കിലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഡയലോഗ്സ് പറയാ, ബോഡി ലാംഗ്വേജ് ഒക്കെ ആണെങ്കിലും ഞാൻ എവിടെയൊക്കെ മറ്റേ CBI ആദ്യത്തെ തോമാച്ചനോട് ചോദിക്കുമ്പോൾ തോമാച്ചൻ പറയണം മാത്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവങ്ങൾ ഡയലോഗ് കുറെ കണ്ടു ഞാനതിൽ. ഈ സുകുമാരൻ ചേട്ടന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും ആലോചിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ഇങ്ങനെ പറയാം, അങ്ങനത്തെ എന്തെങ്കിലും ഡയലോഗ്സ് ഓർമ്മയിലുണ്ടോ? ഡയലോഗാണ് മൊത്തം. ഒരു ഡയലോഗ് പറയാൻ ഈ പറഞ്ഞല്ലേ ഏറ്റവും നന്നായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ സുഹൃത്തിനെ കാണിക്കുന്നത്, വീട്ടിനകത്ത് കാണിക്കുന്നത് ഇന്ദ്രനാ. അയ്യോ, അവന്റെ വീഡിയോ ഒക്കെ അയക്കുന്നതാണ് എനിക്ക്. ഞാൻ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്തു, ഞാൻ ഇങ്ങൊക്കെ ഓണമൊക്കെ കഴിഞ്ഞ് പോരും. അല്ലേ നീ എടുത്ത ഷർട്ട് ഞാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞാടാ ആ പേര് പറഞ്ഞ് നീ എന്നെ മല്ലികയെന്ന് നീ എന്ന്. അല്ല അത് അങ്ങനെ കാണിക്കുമ്പോൾ അമ്മയ്ക്കൊരു സന്തോഷമായിരിക്കും. എങ്ങനെയുണ്ട് ഈ ഷർട്ട് കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചോണ്ട് അത് ആ ഒരു സ്റ്റൈലിൽ വീഡിയോ ഒക്കെ എടുത്ത്. ആ ചായയും കൂടുതലും എനിക്ക് ഇന്ദ്രനാണ് ആ ഒരു ചായ കൂടുതൽ കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ആയിട്ട്.